ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയോട് വിദ്യാർത്ഥി സംഘടന പെരുമാറുക, അദ്ദേഹത്തിനെ ക്യാമ്പസിനകത്ത് കയറ്റുകയില്ല, രാജ്ഭവനകത്ത് ഇരിക്കാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഉപരോധം സൃഷ്ടിക്കുക, അതിന് ഭരിക്കുന്ന പാർട്ടി തന്നെ പിന്തുണ കൊടുക്കുക, ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പരോക്ഷമായ പിന്തുണ കൊടുക്കുക. ഗവർണർ ഇത്രയും നാളായിട്ട് ഒരു തവണ പോലും പ്രധാനമന്ത്രിയോട് ഇങ്ങനൊരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള രീതിയിൽ തന്നെ അപ്പൊ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ശ്രീ രാജേന്ദ്രൻ, ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദി ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അതിൽ പറഞ്ഞു വെച്ചാൽ ഗവർണറെ SFI തടഞ്ഞത് ഒരിക്കലും ശരിയായില്ല. പക്ഷെ ഈ വാർത്തയെ കുറിച്ചൊന്നും ഗവർണർ എന്നോട് പറഞ്ഞിട്ടില്ല, രാഷ്ട്രപതിയോട് മാത്രമാണ് പറഞ്ഞത്. ഇതിനെതിരെ നടപടികൾ ഉണ്ടാവും എന്നാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു രാഷ്ട്രീയ കളിയാണോ ഇത്? തീർച്ചയായിട്ടും അല്ല. എന്ന് പറഞ്ഞാൽ മോദിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം പത്രങ്ങൾക്കും പത്രക്കാർക്കും ഒന്നും അഭിമുഖം കൊടുക്കുന്നില്ല, പേടിച്ചോടുന്നു, പത്രക്കാരെ പേടിച്ചോടുന്നു എന്നൊക്കെയായിരുന്നു. അതെല്ലാം തിരുത്തുന്ന വിധത്തിലായിരുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിനും അതുപോലെ തന്നെ പ്രമുഖമായ ചാനലിനും അദ്ദേഹം കൊടുത്ത അഭിമുഖം. പക്ഷേ ഈ ചാനലുകാരിലെ ചോദ്യകർത്താക്കൾ അവസരം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയെന്ന് സംശയം. കാരണം അതിനെ വ്യക്തമായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ പലതും അവർ ബാക്കി വെച്ചിട്ടാണ് അഭിമുഖം അവസാനിപ്പിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഓരോ ഉത്തരത്തിലും മോദിക്ക് ഇന്ത്യയുടെ ഓരോ പ്രദേശത്തെക്കുറിച്ചും ഓരോ സംഭവങ്ങളെക്കുറിച്ചും അഗാധമായ ഉൾക്കാഴ്ച ഉള്ളതാണ്. ഒരു ഇത്രയും വിശാലമായ 142 ലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്ക് ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ കേരളം ഉൾപ്പെടെ, ഇങ്ങേറ്റത്ത് കിടക്കുന്ന കേരളം ഉൾപ്പെടെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ശരിയായ ഒരു വിഷൻ, ശരിയായ കാഴ്ചപ്പാട് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന സ്ഥിതിയല്ല അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഗവർണറെ SFI മാത്രമല്ല മുഖ്യമന്ത്രി പെരുമാറിയ രീതിയും ശരിയായില്ലെന്ന് പറയുന്നുണ്ട്. അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിനെ അവിടുന്ന് ഇളക്കി പ്രതിഷ്ഠിക്കാൻ രാഷ്ട്രപതി ഭരണം നടത്താൻ പര്യാപ്തമായ തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധതയാണ് കാണിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി, അതിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടു കൂടി ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾ ഗവർണർക്ക് നേരെ, ഗവർണറെ അങ്ങ് ഇവിടുന്ന് സർ CPയെ ഓടിച്ചു കളയാമെന്ന മട്ടിൽ അത് ചെയ്തത് ശരിയായില്ല. വളരെ പക്വതയാർന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമാണെങ്കിൽ ഇങ്ങനെയല്ല പറയുക, ഗുണ്ടായിസം എന്നൊക്കെ പറയും. അത് ശരിയായിട്ടുള്ള ഒരു നടപടി പോയില്ല. രാഷ്ട്രീയത്തിൽ പ്രക്ഷോഭം നടത്താം, നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം, വിളിച്ചു പറയാം, പ്രതിഷേധിക്കാം, ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട് ധാരാളമായിട്ട്. മോദിയും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയോട് വിദ്യാർത്ഥി സംഘടന പെരുമാറുക, അദ്ദേഹത്തിനെ ക്യാമ്പസിനകത്ത് കയറ്റുകയില്ല, രാജ്ഭവനകത്ത് ഇരിക്കാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഉപരോധം സൃഷ്ടിക്കുക, അതിന് ഭരിക്കുന്ന പാർട്ടി തന്നെ പിന്തുണ കൊടുക്കുക, ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പരോക്ഷമായ പിന്തുണ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ഒരുതരം അരാജകത്വത്തിന്റെ സ്ഥിതിയാണ്. എന്നിട്ട് പോലും അവിടെ നമ്മൾ മോദി പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഈ കാര്യങ്ങളിൽ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ നടപടിയെടുക്കണമെന്ന് തന്നോട് ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും വളരെ പക്വതയാർന്ന, പൊട്ടിത്തെറിച്ചു ഗവർണർ എന്നുള്ളത് സത്യമാണെങ്കിലും അതിനപ്പുറം ഭരണഘടനാപരമായിട്ട് വളരെ പക്വതയാർന്ന ഒരു സമീപനമാണ് എടുത്തു ചാടി ആ ഭരണം നിലവിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ പിരിച്ചുവിടുകയോ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ ഗവർണറുടെ ഭരണമാണ് ഫലത്തിലുള്ളത് അത് ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വാക്കുകളിലൂടെ ഒരു രാഷ്ട്രീയ പക്വതയുടേതായിട്ടുള്ള രീതിയിൽ വളരെ സമർത്ഥമായിട്ടാണ് ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നത്. ഇപ്പൊ പലരും പറഞ്ഞത് ഉത്തരമില്ലാഞ്ഞിട്ടാണ്, ഉത്തരം പറയാൻ അറിയാഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ചോദ്യം ചോദിക്കാൻ അറിയാത്തതിന്റെ കുറവ് മാത്രമാണ് ഈ നല്ല അഭിമുഖങ്ങളിൽ. മറ്റൊരു കാര്യം അതിൽ എനിക്ക് തോന്നുന്നു, പ്രധാനമന്ത്രി ഗവർണർ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, രാഷ്ട്രപതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗവർണർ പറയാതെ എങ്ങനെയാണ് SPG അടക്കം കേന്ദ്രസേന ഇവിടെ കേരളത്തിൽ വരണത്? അത് അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞത് നമുക്കറിയാമല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയോടല്ല വിളിച്ചു പറഞ്ഞത്, ആഭ്യന്തര വകുപ്പിലേക്കാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അമിത്ഷായുടെ സെക്രട്ടറിയോടായിരുന്നു വിളിച്ചു പറഞ്ഞത്. നമ്മളെല്ലാത് ഫോണിൽ കൂടെ കേട്ടതുമാണ്. പ്രധാനമന്ത്രിയോട് നേരിട്ടല്ല പറഞ്ഞത്. പ്രധാനമന്ത്രിയോട് അദ്ദേഹത്തിന് പറയായിരുന്നു. അപ്പോൾ ഫോണിൽ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആയിക്കോട്ടെ, അതൊരു മര്യാദകേടാണല്ലോ. അപ്പൊ നമുക്ക് പ്രധാനമന്ത്രിയോട് അങ്ങനെ കയറി അങ്ങ് സംസാരിക്കാൻ, റോഡിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പോട്ടെ, അമിത്ഷായുടെ അല്ല, അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോടാണ് പറഞ്ഞിട്ടുള്ളത്. വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന് ഡൽഹിക്ക് തന്നെ പോയിക്കൂടായിരുന്നോ? റിപ്പോർട്ടുമായിട്ട് പോകാമായിരുന്നു. ഇതാണ് സ്ഥിതി, വളരെ വഷളാണ് സ്ഥിതി എന്ന് പറയുമല്ലോ.
നമ്മുടെ തന്നെ മറ്റൊരു ഗവർണർ ഉണ്ടല്ലോ ബംഗാളിൽ, അദ്ദേഹം പലതവണ പ്രധാനമന്ത്രിയെ കണ്ട് ബംഗാളിലെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ധരിപ്പിച്ചിട്ടുണ്ട്, അമിത്ഷായും കണ്ട് ധരിപ്പിച്ചിട്ടുണ്ട്, അവരൊക്കെ ധരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ ഇത്രയും നാളായിട്ട് ഒരു തവണ പോലും പ്രധാനമന്ത്രിയോട് ഇങ്ങനൊരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള രീതിയിൽ തന്നെ അപ്പൊ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തു. അതായത് സംസ്ഥാന പോലീസിന്റെ സഹകരണത്തിന് പകരം കേന്ദ്ര പോലീസ് സേനയുടെ സഹകരണം അദ്ദേഹത്തിന് കിട്ടി, പിന്തുണ, അകമ്പടി ഇവയെല്ലാം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ പക്വതയോടുകൂടി അത് പരിഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം അത് കെട്ടടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ഉന്നയിച്ച് വളരെ മുമ്പ് ഉന്നയിക്കപ്പെടേണ്ട ചോദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉന്നയിച്ചപ്പോഴും വളരെ പക്വതയായിരുന്ന ഒരു സമീപനത്തോടു കൂടിയുള്ള ഉത്തരമാണ് നമ്മൾ മൊത്തത്തിൽ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതെല്ലാം അറിയും രാജ്യത്തെ ഇന്റലിജൻസ് കേന്ദ്രങ്ങളിൽ കൂടെ, സോഴ്സുകളിൽ കൂടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ അഭിമുഖത്തിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നോക്കുക, എക്സ്റ്റംപോ ആണ്, ഒരു പേപ്പറിന്റെ പോലും സഹായമില്ലാതെ, ഒരു ഉദ്യോഗസ്ഥന്റെ പോലും സഹായമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. ചർവണം ചെയ്തതുപോലെ തന്നെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും സൂക്ഷ്മമായും മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് എവിടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ള ഒരു ധാരണയും കൂടി ഈ ചോദ്യകർത്താക്കൾക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. നന്ദി ശ്രീ രാജേന്ദ്രൻ.